ഡൽഹി പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ പൂജയ്ക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പുതുമന നാബോധരൻ നമ്പൂതിരിയുടെ അനുജ്ഞയോടെ മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഭക്തർ ധാരാളമായി എത്തുന്നുണ്ട്. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു ഭക്തജന പങ്കാളിത്തം? നീലിമ, ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ നമ്മുടെ ഇവിടുത്തെ ഈ പൂജാ ചടങ്ങ്, ശനിദോഷ നിവാരണ പൂജാ ചടങ്ങ് തുടങ്ങിയിട്ട്. ഈ ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രമാണ് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശനിദോഷ നിവാരണ പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന്. രണ്ടാമതായി മണ്ഡല പൂജയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കും. മണ്ഡല പൂജയ്ക്ക് തൊട്ടു മുന്നോടിയായാണ് ഇപ്പോൾ ശനിദോഷ നിവാരണ പൂജ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് വൈകിട്ട് 5 മണി മുതൽ തന്നെ നിരവധിയായ ഭക്തർ, 100 ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഇതുപോലെ 2 ഇടങ്ങളിലായാണ് ഈ ശനിദോഷ നിവാരണ പൂജയ്ക്ക് വേണ്ടിയുള്ള ഭക്തർക്ക് പൂജ അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അതായത് നമ്മുടെ നാടും കേരളവും നമ്മുടെ നാടും ഒക്കെ വിട്ട് ഡൽഹിയിലേക്ക് മറ്റൊരു നാട്ടിലേക്ക് വന്നു എങ്കിൽ പോലും തങ്ങളുടെ വേരുകൾ, തങ്ങളുടെ വിശ്വാസം അത് മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എന്ന് വേണ്ട എല്ലാ പ്രായത്തിലുള്ള ആളുകൾ ഈ ശനിദോഷ നിവാരണ പൂജയ്ക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, ഇത് 25ാമത്തെ ഈ പുഷ്പവിഹാർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം 25ാമത്തെ ശനിദോഷ നിവാരണ പൂജയാണ്. 25 വർഷം പിന്നിടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടത്. രാവിലെ 5:30 ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. വൈകുന്നേരം 6 മണിക്ക് ഈ ശനിദോഷ നിവാരണ പൂജ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ശാസ്താ ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ശനിദോഷ നിവാരണ പൂജയിലൂടെ ശനിയുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ കുറയുകയും തൊഴിൽ, വ്യവസായം എന്നിവ മെച്ചപ്പെടുകയും മനസ്സിലെ ഭയം, അശാന്തി എന്നിവ നീങ്ങുകയും ചെയ്യുമെന്നും വിശ്വാസമുണ്ട്. 2006 ഡൽഹിയിൽ നിന്നും ഈ ദൃശ്യങ്ങളും